السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്ത് നിസായിലെ 44-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണ ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇംപ്യൂരിറ്റി, ഈ അശുദ്ധമായ അവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിയർ ദ റെഫറൻസ് ഈസ് മെയ്ഡ് ടു ഫിസിക്കൽ ഇംപ്യൂരിറ്റി. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന അശുദ്ധി എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള അശുദ്ധിയെക്കുറിച്ചാണ്. ആഫ്റ്റർ സെക്സ്വൽ റിലേഷൻസ്, ലൈംഗിക ബന്ധത്തിന് ശേഷം ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടായ ശാരീരികമായ അശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ദ അറബിക് വേർഡ് യൂസ്ഡ് ആസ് ജുനുബ ഓർ ജനബ, അറബി പദമായ ജുൻബൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ ജനബ എന്ന വാക്കിൻ്റെ അർത്ഥം വിച്ച് മീൻസ് ഫിസിക്കൽ ഇംപ്യൂരിറ്റി, ശാരീരികമായ അശുദ്ധിയെക്കുറിച്ചാണ് ആ പദം പ്രത്യുന്ന ആകുന്നത്. The believer is therefore required to wash himself properly from head to toe. അതുകൊണ്ട് ശാരീരിക അശുദ്ധി സംഭവിച്ചതിനാൽ വിശ്വാസി അവൻ്റെ തല മുതൽ കാൽ വരെയുള്ള ഭാഗം നല്ലതുപോലെ കഴുകുക, കുളിക്കുക. ബിഫോർ ഹി സ്റ്റാൻഡ്സ് അപ്പ് ഫോർ പ്രയർ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ നിൽക്കുന്നതിന് മുൻപായിട്ട് അവൻ അപ്രകാരം ചെയ്യേണ്ടതാണ്. Islam teaches that cleanliness is half of faith. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ശുചിത്വം എന്നത് വിശ്വാസത്തിൻ്റെ പകുതി ആണെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം ടീച്ചേഴ്സ് ദാറ്റ് ക്ലീൻലിനെസ് ഈസ് ഹാഫ് ഓഫ് ഫെയ്ത്ത്. ഒരുവൻ വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അവൻ്റെ വൃത്തിയും ശുചിത്വവുമാണ്. ആൻഡ് തസ് എ ബിലീവർ നീഡ്സ് ടു പ്യൂരിഫൈ ഹിംസെൽഫ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ എപ്പോഴും പരിശുദ്ധനായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബിഫോർ ഹി മീറ്റ്സ് ഹിസ് ലോഡ്, തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്. അപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ സമീപിക്കുക എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അവൻ ഒരു വിശ്വാസി ആവശ്യമായ ശാരീരിക ശുദ്ധി വരുത്തേണ്ടതാണ്. ഡ്യൂറിങ് ഹിസ് ഡെയിലി റെൻഡസ് വസ്, ഈ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന ഈ സ്ഥലം റെൻഡസവസ് എന്ന് പറയുന്ന സമാഗമ സ്ഥാനം, അവൻ ദിവസവും തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്ന പ്രസ്തുത സ്ഥാനം വളരെ നല്ല നിലയിൽ, ശുദ്ധമായ നിലയിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. be it in the actual 5 obligatory daily
പ്രേയേഴ്സ്. അത് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ കുറഞ്ഞത് 5 നേര പ്രാർത്ഥനയ്ക്കായിട്ട് നാം അള്ളാഹുവിനെ നിർബന്ധമായും കണ്ടുമുട്ടേണ്ടതാണ്. നിങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചത്, നിങ്ങളെ സംരക്ഷിക്കുന്നത് ഞാനാണ്, നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തുകൊള്ളണം, എൻ്റെ കൽപ്പനകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നതിന് ഒരു ദിവസം 5 പ്രാവശ്യം അവനുമായി ആശയവിനിമയം നടത്തണം നിർബന്ധമായും എന്ന് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പം 5 നേര നിർബന്ധ നമസ്കാരത്തെ സമീപിക്കുന്നതിന് മുമ്പ് അവൻ ആ നിലയിലുള്ള ശുദ്ധീകരണം വരുത്തേണ്ടതാണ്. അതുപോലെ ദ സ്പെഷ്യൽ ആൻഡ് ഫോർമിഡബിൾ തഹജ്ജുദ് പ്രേയേഴ്സ്, പ്രത്യേകമാക്കപ്പെട്ടതും ആദരവുണ്ടാക്കുന്നതുമായ തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്നതിന് മുമ്പും അവൻ ഈ പറഞ്ഞ ശുദ്ധീകരണ കാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്. ദിക്റേ ഇലാഹി, ഇനി അള്ളാഹുവിനെ സ്മരിച്ച് കുറേ നേരം ഇരിക്കുക എന്നുദ്ദേശത്തോടു കൂടി ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂറോ ദൈവസ്മരണയിൽ കഴിഞ്ഞ് കൂടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദിക്റേ ഇലല്ലാഹിയുമായി ബന്ധപ്പെടുകയാണെങ്കിലും അവൻ ശാരീരികമായ ശുദ്ധി വരുത്തി ദൈവസ്മരണയിൽ കഴിയേണ്ടതാണ്. ആൻഡ് ഈവൻ ദ റെസിറ്റേഷൻ ഓഫ് ദ ഹോളി ഖുർആൻ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ കുറേ നേരം കഴിയാം എന്നാഗ്രഹിക്കുന്നവരും ഈ രീതിയിലുള്ള ശുദ്ധികൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. ആൾ ആർ ആക്ട്സ് ഓഫ് ഇബാദത്ത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇബാദത്താണ്, അതായത് ആരാധനയാണ്. അതായത് 5 നേര നമസ്കാരം, അതുപോലെ സ്പെഷ്യൽ പ്രാർത്ഥനയായ തഹജ്ജുദ് നമസ്കാരം, അതുപോലെ ദൈവസ്മരണയിൽ കഴിഞ്ഞുകൂടാനുള്ള സമയം, ആൻഡ് ഈവൻ ഒടുവിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ ശാരീരികമായ ശുദ്ധി വരുത്തേണ്ടത് അനിവാര്യമാണ്. ആൾ ആർ ആക്ട്സ് ഓഫ് ഇബാദത്ത്, ഇവയെല്ലാം ഇബാദത്ത് ദൈവിക ആരാധന കാര്യങ്ങളാണ്. ആൻഡ് നെസസിറ്റേറ്റ്സ് ദാറ്റ് ബിലീവർ പ്യൂരിഫൈസ് ഹിംസെൽഫ്, അതുകൊണ്ട് തന്നെ ആവശ്യമായി വന്നിരിക്കുന്ന അവശ്യ ഘടകമാണ് ദാറ്റ് ബിലീവർ പ്യൂരിഫൈസ്, വിശ്വാസി ശുദ്ധിയാകേണ്ടതാണ് ഹിംസെൽഫ്, സ്വയം തന്നെ, ബിഫോർ സ്റ്റാർട്ടിങ് വിത്ത് എനി ഓഫ് ദീസ് ആക്ട്സ്, ഈ പറയപ്പെട്ട 4-5 കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ ശാരീരികമായ ശുദ്ധി വരുത്തേണ്ടതാണ്. The verse also states of importance of purifying oneself with water. ജലം ഉപയോഗിച്ച് ഓരോ വ്യക്തിയും ശുദ്ധീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ വചനം നമുക്ക് പാഠം നൽകുന്നുണ്ട്. വിച്ച് ക്ലീൻസ്ഡ് വൺസെൽഫ് ഫ്രം ആൾ ഇമ്പ്യൂരിറ്റീസ്, അവൻ്റെ ശരീരത്തിലുള്ള എല്ലാ അശുദ്ധികളും അവനിൽ നിന്നും കഴുകിക്കളയുന്നതിന് വേണ്ടിയുള്ള ഒരു വഴി എന്ന നിലയിലാണ് ജലത്തെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ലൈക്ക് ആഫ്റ്റർ റിലീവിങ് ഓൺ സെൽഫ് ഓഫ് മെറ്റീരിയൽ വേസ്റ്റ്സ് ഓർ യൂറിൻ, അത് മലമൂത്ര വിസർജനങ്ങൾ നടത്തി അവനാശ്വാസം കിട്ടുന്ന സന്ദർഭത്തിലും ഈ ജലം ഉപയോഗിച്ച് അവൻ ശുദ്ധിയാക്കേണ്ടതാണ്. ഓർ വെൻ ഓൺ ഹാസ് കം ഇൻ ടു ഫിസിക്കൽ കോണ്ടാക്റ്റ് വിത്ത് എ വുമൺ, അതല്ലെങ്കിൽ സ്ത്രീയുമായി ലൈംഗിക ബന്ധം ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഈ ജലം ഉപയോഗിച്ച് ശുദ്ധിയാക്കേണ്ടതാണ്. ബട്ട് ഇറ്റ് ആൾസോ മേക്സ് പ്രൊവിഷൻ ഫോർ എക്സെപ്ഷൻസ്, എന്നാൽ ഇതിനൊക്കെ ചില ഒഴിവുകളും കൊടുത്തിട്ടുണ്ട്, കഴിവുകൾ. അത് ചെയ്യാതെ, വെള്ളമില്ലാതെ, വെൻ വാട്ടർ ഈസ് നോട്ട് അവൈലബിൾ, ജലം ലഭ്യമല്ല എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഇതിനുള്ള കഴിവുകളും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമസ്കാരം അല്ലെങ്കിൽ ദൈവസ്മരണയ്ക്കും ഈ ദൈവിക ചിന്തകൾക്കും ഉള്ള സമയം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമില്ല എന്ന് പറയാൻ ഒരാൾക്കും കഴിയാത്ത നിലയിൽ നിർബന്ധമായിട്ടും ജലം ലഭ്യമല്ല എങ്കിൽ പോലും ഈ നിലയിലുള്ള അശുദ്ധികൾ ഉണ്ടായാലും ആ അശുദ്ധിയെ നീക്കം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ
ഉപമാർഗങ്ങൾ അള്ളാഹു താല നിർദ്ദേശിച്ച് തയമ്മം എന്ന കാര്യത്തിലൂടെ വെൻ വാട്ടർ ഈസ് നോട്ട് അവൈലബിൾ, ഇനി ജലം ലഭ്യമല്ല എങ്കിൽ ദിസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ഫോർ മാൻ നോട്ട് ടു അപ്രോച്ച് ഹിസ് ലോഡ് ഫോർ പ്രെയർ. പ്രാർത്ഥനയ്ക്കായി തൻ്റെ രക്ഷിതാവിനെ സമീപിക്കുന്നതിന് ഇത് ഒരു തടസ്സമല്ല. വെള്ളമില്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന നിലയിൽ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് അതൊരു തടസ്സവുമല്ല. ഈവൻ ഇഫ് ഹി ജസ്റ്റ് ഹാഡ് സെക്ഷൽ റിലേഷൻസ്, അതവൻ തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് അതാണെങ്കിൽ പോലെയും വിത്ത് ഈസ് വൈഫ്, ഓർ ഇറ്റ് ഈസ് ഓൺ എ ജേർണി, അല്ലെങ്കിൽ അവനൊരു യാത്രയിലാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിരിക്കട്ടെ, വേർ ബൈ ഹിസ് റിസർവ് ഓഫ് വാട്ടർ ഹാസ് ഫിനിഷ്ഡ്, തനിക്ക് വേണ്ടി കരുതി വച്ചിരുന്ന ജലം തീർന്നു പോയി എന്നിരിക്കട്ടെ, ഇത്തരം സാഹചര്യങ്ങളിൽ തയമ്മത്തിലൂടെ അതിന് പരിഹാരം കണ്ട് ദൈവസ്മരണയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അത് ചെയ്യേണ്ടതാണ് എന്ന് ദൈവകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇൻ സച്ച് കേസസ് ഓഫ് ദ അൺഅവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഇത്തരം സന്ദർഭങ്ങളിൽ, ജലം ലഭ്യമല്ലാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ, അല്ലാഹ് ഹാസ് ഓപ്പൺ ദ വേ ഓഫ് ദ ബിലീവേഴ്സ്, വിശ്വാസികൾക്കായി അല്ലാഹു താല ഒരു വഴി ഇതാ തുറന്നിരിക്കുന്നു. ത്രൂ ദ പെർഫോമിംഗ് ഓഫ് ദ തയമ്മം, അത് തയമ്മമാണ്. തയമ്മം എന്ന് പറഞ്ഞാൽ ഡ്രൈ അബ്ല്യൂഷൻ, ഉണങ്ങിയ മണ്ണുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ശുദ്ധീകരണ കാര്യമാണ് അത്. അപ്പോൾ അങ്ങനെ ചെയ്തായാലും നിങ്ങൾ ദൈവസ്മരണയിൽ നിന്ന് ഒഴിവായി നിൽക്കുവാൻ നിങ്ങൾക്ക് ഒരു വകുപ്പും അല്ലാഹു തആല നൽകിയിട്ടില്ല. അപ്പം അത്രയും പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ അല്ലാഹുവുമായി ബന്ധിതമാണ്. അവനിലേക്കാണ് നിങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സമയങ്ങൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര വരെ ഇനി എണ്ണേണ്ടതുണ്ടെന്ന് അവന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ പുറപ്പെടുവിച്ചിരിക്കുന്ന കൽപ്പനകൾക്ക് പരമപ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അവൻ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനും. ദ തയമ്മം റിക്വയേഴ്സ് പ്യൂരിഫിക്കേഷൻ ഫ്രം ഡ്രൈ സാൻഡ്സ്. ഉണങ്ങിയ മണ്ണുപയോഗിച്ചാണ് ഈ തയമ്മം ചെയ്യുന്നത്. ഓർ ക്ലീൻ എർത്ത്, അല്ലെങ്കിൽ ശുദ്ധമായ മണ്ണ് ഭൂമിയിൽ ഉള്ളടുത്ത് അതുപയോഗിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത്. ആസ് മാൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് ഫ്രം എർത്ത്, നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞതിൽ നിന്നും ദെൻ ഇറ്റ് വാസ് ഓൺലി നാച്ചുറൽ. അപ്പോൾ അത് പ്രകൃതിപരമായ നിലയിലും അത് സാധുത ഉള്ളതാണ്. ദാറ്റ് അല്ലാഹ് വുഡ് റിക്വയർ ഹിം ടു യൂസ് എർത്ത് ഇറ്റ് സെൽഫ് ടു പ്യൂരിഫൈ ഹിം. അവനെ ശുദ്ധീകരിക്കുന്നതിന് മണ്ണ് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതും സാധൂകരിക്കാവുന്ന കാര്യമാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് വാട്ടർ, ജലം ലഭ്യമല്ലാത്ത സന്ദർഭത്തിൽ അപ്പം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ശുദ്ധീകരിക്കുവാനും മണ്ണ് ഉപയോഗിക്കുന്നതിൽ അസാംഗത്യമൊന്നും കാണുന്നില്ല. ദ ടു എലിമെൻറ്റ്സ് ഓഫ് നേച്ചർ, പ്രകൃതിയിലെ രണ്ട് കാര്യങ്ങൾ, വാട്ടർ ആൻഡ് എർത്ത്, ജലവും മണ്ണും, മേക്കപ്പ് മാൻ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, അവനെ രൂപകൽപ്പന ചെയ്യുന്നതിന് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള, വലിയ അളവിൽ അത് ഉപയോഗിച്ചിട്ടുള്ളതാണ് മണ്ണും ജലവും. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്യൂരിഫിക്കേഷന്, അവൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ ഇവ രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ദ തയമ്മം ദെയർഫോർ എനേബിൾസ് എ ബിലീവർ ടു പ്യൂരിഫൈ ഹിംസെൽഫ്. തയമ്മം ഒരു വ്യക്തിയെ അവനെ സ്വയം തന്നെ അത് ശുദ്ധീകരിക്കുകയാണ്. അത് ഒരു സിംബോളിക് പ്യൂരിഫിക്കേഷൻ, പ്രതിരൂപമായ ഒരു ശുദ്ധീകരണമാണ് അത്. ബിഫോർ ഹി ആക്ച്വലി മീറ്റ്സ് ഹിസ് ലോഡ് ഇൻ പ്രെയർ, തൻ്റെ രക്ഷിതാവായ ദൈവത്തെ പ്രാർത്ഥനയിലൂടെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പ്രതീകാത്മകമായ ഒരു ശുദ്ധീകരണമാണ് ഈ തയമ്മത്തിലൂടെ നടത്തുന്നത്. തൻ്റെ രക്ഷിതാവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് താൻ ശുദ്ധീകരിച്ച് ശുദ്ധനായിട്ടാണ് അവനെ സമീപിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രതിരൂപമായ ഒരു നടപടിക്രമമാണ് ഈ തയമ്മം.
ദ നോൺ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലം ലഭ്യമല്ലാത്ത സന്ദർഭത്തിൽ ഈസ് ദസ് നോട്ട് എൻ എക്സ്ക്യൂസ് ഫോർ എനി ബിലീവർ. വെള്ളമില്ല അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കണ്ട എന്ന് പറയാനുള്ള ഒരു ഒഴിവുകഴിവും വിശ്വാസിയുടെ മുമ്പിലില്ല. ടു റെസ്ട്രെയിൻ ഹിംസെൽഫ് ഫ്രം പ്രെയർ, വെള്ളമില്ല അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ, തടഞ്ഞു നിർത്തുവാനുള്ള ഒരു വഴിയും ഒരു വിശ്വാസിയുടെ മുന്നിലില്ല. പ്രയർ മസ്റ്റ് ബി ഡൺ അറ്റ് ആൾ കോസ്റ്റ്സ്. ഏത് നിലയിലായാലും ശരി പ്രാർത്ഥന നിർബന്ധമായിട്ടും നിർവഹിക്കേണ്ടതാണ്. ഇഫ് ദർ ഈസ് നോ വാട്ടർ, ഇനി നിങ്ങൾക്ക് ജലം ലഭ്യമല്ല എങ്കിൽ ദെൻ അല്ലാഹ് ഓർഡൈൻസ് ഹിം ടു ഡു ഹിസ് തൈമം. അവനോട് അള്ളാഹു കൽപ്പിക്കുന്നത് അവൻ തൈമം ചെയ്യട്ടെ എന്നാണ്. ബട്ട് ഹി മസ്റ്റ് നോട്ട് മിസ് ഹിസ് പ്രയർ. അങ്ങനെയാണെങ്കിലും അവൻ്റെ പ്രാർത്ഥന അവൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇതിൽ നിന്നും പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നും അത് കഴിയുന്നതും അവ്വൽ വക്കത്തിൽ തന്നെ പ്രഥമമായി നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ അത് നിർവഹിക്കുകയാണെങ്കിൽ അതിശ്രേഷ്ഠമായ കാര്യമാണ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അവ്വലുൽ വഖത്ത് റിദ്വാനുല്ലാഹി, നമസ്കരിക്കാൻ വേണ്ടി ഒരടിമ തയ്യാറാകുകയാണ് അതിൻ്റെ ഫസ്റ്റ് ടൈമിൽ. ളുഹർ നമസ്കരിക്കാനുള്ള സമയം 12:30 എന്നിരിക്കട്ടെ. ആ സമയത്ത് തന്നെ അവൻ അതിന് നമസ്കരിക്കാൻ ഫസ്റ്റിൽ തന്നെ അവൻ നമസ്കരിക്കാൻ തയ്യാറായാൽ അവന് ലഭിക്കുന്നത് റിദ്വാനുള്ള, എൻ്റെ അടിമ ഞാൻ പറഞ്ഞതനുസരിച്ച് എന്നെ സ്മരിക്കുവാൻ ഒരു പിന്നോക്കവും പോയില്ല, അവൻ ഒന്നാമതായിട്ട് തന്നെ അതിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വളരെ തൃപ്തികരമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ മറ്റ് താമസിച്ച് ചെയ്യുന്നവർക്ക് കിട്ടുന്ന കൂലിയും അതിന് അവസാനം ചെയ്യുന്നവർക്കുള്ള കിട്ടുന്ന കൂലിയൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആദ്യ ടൈം തന്നെ ഇത് ചെയ്യുക എന്നുള്ളത് ഒരു അടിമയും ഉടമയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. അത് എത്രത്തോളം പരിപാലിക്കുന്നുവോ, ആ ഉടമയോടുള്ള കൽപ്പനയുടെ പൂർത്തീകരണം എത്രത്തോളമാണെന്ന് ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് അവൻ അവ്വൽ വക്കത്തിൽ തന്നെ പ്രഥമ സമയത്ത് തന്നെ അത് നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളും അടുത്ത വചനവുമായി അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കാണാം. ജസാക്കല്ലാഹു അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.